അസ്സലാമു അലൈക്കും. മദീനക്കടുത്ത് വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ അതിദാരുണമായി മരണപ്പെട്ടു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. സൗദിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു കുടുംബത്തിലെ 4 പേരും മരണമടഞ്ഞിരിക്കുകയാണ്. ബാക്കി വരുന്ന 3 ആൾക്കാർ ഇപ്പോൾ ചികിത്സയിലാണ്. മലപ്പുറം തിരുവുക്കാട് തോണിക്കര സ്വദേശി അബ്ദുൽ ജലീലും കുടുംബവും സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ്. വളരെ സങ്കടം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ്. അദ്ദേഹം സൗദിയിൽ വർഷങ്ങളായി ബിസിനസ് ചെയ്തു വരുന്ന ആളാണ് ഈ അബ്ദുൽ ജലീൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ തസ്നി, അതുപോലെ തന്നെ മകൻ ആദിൽ, അതുപോലെ തന്നെ ജലീലിൻ്റെ മാതാവ് മൈമൂനത്ത് എന്നിവർ അടങ്ങുന്ന സംഘമാണ് മദീന സന്ദർശനം കഴിഞ്ഞ് തിരിഞ്ഞു പോകുന്ന വേളയിൽ ഈ അപകടത്തിൽപ്പെട്ടത്. വാദി സഫർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പുല്ലുമായി പോവുകയായിരുന്ന ഒരു ട്രക്കിൻ്റെ പുറകിലിടിച്ചാണ് ഈ അപകടം സംഭവിച്ചത് എന്ന് കൂടി ഇപ്പോൾ വാർത്തകൾ പുറത്തു വരികയാണ്. അതിദാരുണമായ സംഭവം തന്നെയാണ്. ഇവരുടെ അപകടത്തിൽപ്പെട്ടവരെ സന്ദർശിക്കാനും അതുപോലെ തന്നെ മരിച്ചവരുടെ മരണാനന്തര ചടങ്ങുകൾ പങ്കെടുക്കാനുമായി നാട്ടിൽ നിന്ന് 3 മക്കളടക്കമുള്ള 7 അംഗ സംഘം ഇപ്പോൾ സൗദിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഖബറടക്കം മദീനയിൽ വെച്ച് തന്നെ നടത്തുമെന്നാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ അറിയിച്ചത്. വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. ബാക്കിയുള്ള 3 ആൾക്കാരും ഇപ്പോൾ മദീന ഹോസ്പിറ്റലുകളിൽ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ്. ആ വാർത്തയിൽ നാട്ടിൽ എല്ലാവരും വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് പ്രതികരിച്ചത്. നമുക്ക് നാട്ടുകാരുടെയും അതുപോലെ തന്നെ കുടുംബക്കാരുടെയും പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ഖബറടക്കം മദീനയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടുന്ന് പോയിട്ടുണ്ട്. പിന്നെ ജലീലിൻ്റെ 2 സഹോദരിമാർ, ഒരളിയന് സഹോദരൻ, പിന്നെ മകന് പോയിട്ടുള്ളത്. ഇപ്പോൾ അവരിപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വൈകിട്ട് 5 മണിക്കാണ് ഫ്ലൈറ്റ്. നേരിട്ട് മുംബൈ വഴി മദീന ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ബോഡികളൊക്കെ ഉള്ളത്. 3 മക്കൾ. ആരൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്? 3 മക്കൾ, 3 കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു, നാട്ടിലുണ്ടായിരുന്നു. അവർ 3 പേരും, പിന്നെ 2 പെങ്ങന്മാരും, പിന്നെ ഒരു പെങ്ങളെ മകനും, പിന്നെ എൻ്റെ ഇളച്ചനും, പിന്നെ അവൻ്റെ ഭാര്യയും. അപ്പോൾ 7 പേരാണ് ഇപ്പം പോയിട്ടുള്ളത് അങ്ങോട്ട്, 3 കുട്ടികളടക്കം. ജലീൽ അവിടെ ബിസിനസ് ആയിരുന്നല്ലോ, ഇവിടെയൊക്കെ വലിയ ബന്ധവും വളരെ സജീവമായിട്ടുള്ള ഒരാളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അതെ, ഓൻ എല്ലാവർക്കും ഒരു സഹായിയായിരുന്നു. പ്രയാസങ്ങളുള്ളവർക്കൊക്കെ കണ്ടെത്തി മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. 2 മാസമായിട്ടുള്ളൂ ഉമ്മാനെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട്. ഫാമിലി അടക്കം അവിടെ തന്നെ താമസവും, കുട്ടികളെ പള്ള ഭാഗമായിട്ട് ഇവിടെ 3 പേര് ഇവിടെ നിന്നതായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രിയിലാണ് വിവരം അറിയുന്നത് ഇങ്ങനെ സംഭവം നടന്നു എന്നുള്ളത്. ഇപ്പം മയ്യത്ത് മാറുന്നത് മദീനയിൽ തന്നെയാണ്, അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടത്. അപ്പോൾ 4 മണിൻ്റെ ഫ്ലൈറ്റിനാണ് അവർ എയർപോർട്ടിൽ നിന്ന് പോകുന്നത്, കൊച്ചിയിൽ നിന്ന്. ഇപ്പം മറ്റ് കുട്ടികൾക്കൊക്കെ അവിടെ പരിക്കുണ്ടായിരുന്നു, പക്ഷെ അവർക്കൊക്കെ ഒരു ആശ്വാസകരമായി ബാക്കിയുള്ളവർക്ക് അത്ര കുഴപ്പമില്ല, ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഒരാൾ പിന്നെ കുറച്ച് ഓപ്പറേഷൻ ഉണ്ട്, ഒരു കുട്ടിക്ക് 2 ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാലിനും നെഞ്ഞിനൊക്കെ നല്ല തലക്കൊക്കെ പരിക്കുണ്ട്. താടലിൽ 2 പൊട്ടിയിട്ടുണ്ടെന്നാണ് ഒരു കുട്ടിക്കിൻ്റെ കാര്യം. ഒരു ചെറിയ മോളുണ്ട്, അതിന് യാതൊരു കുഴപ്പമില്ല, കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. 7 കുട്ടികളാണ് അവർക്കുള്ളത്. 7 മക്കളാണ്. 7 മക്കളാണ്. അതിൽ 4 പെണ്ണും 3 ആണുമാണ്. അവിടെ 4 പേരുണ്ടായിരുന്നത്. അവിടെ 4 പേര്. അവിടെ ഒരു മോനും 3 കുട്ടികളുണ്ടായിരുന്നു, അപ്പം കുട്ടികൾ അങ്ങനെ അപ്പം മരിച്ചത്. അപ്പോൾ മരണപ്പെട്ട അബ്ദുൽ ജലീലിനെ കുറിച്ച് നല്ലത് മാത്രമേ നാട്ടുകാർക്ക് പറയാനുള്ളൂ. ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ അബ്ദുൽ ജലീൽ. അദ്ദേഹത്തിന് സൗദിയിൽ ബിസിനസ് ആയിരുന്നു. ആവശ്യക്കാർക്ക് അറിഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി സഹായം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ അബ്ദുൽ ജലീൽ എന്നാണ് ഇപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ തന്നെ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. 3 മക്കളോട് തിരിച്ചു വന്നാൽ എന്തുത്തരം പറയുമെന്നുള്ള ഒരു സങ്കടപ്പാടിലാണ് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും. മരണപ്പെട്ട ആദിൽ എന്ന് പറയുന്ന മകന് ഏകദേശം 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നുള്ളതാണ്. അബ്ദുൽ ജലീലിന് 52 വയസ്സാണ് പ്രായം. അതുപോലെ തന്നെ അവരുടെ ഭാര്യ തസ്നിക്ക് 40 വയസ്സും അതുപോലെ തന്നെ മാതാവ് മൈമൂനത്തിന് 73 വയസ്സുമാണ് പ്രായം. ഉംറ വിസയിലാണ് മാതാവ് ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്ത ഏതായാലും സൗദിയിലെത്തിയ. ഉംറ നിർവഹണം കഴിഞ്ഞു, മദീന സിയാറത്തും കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വൈക്കൽ വെച്ചിട്ടാണ് ഈ പുല്ല് കയറ്റിപ്പോകുന്ന ട്രക്കുമായി ഇടിച്ചതിന് ശേഷം അപകടമുണ്ടായത്. ഏതായാലും വളരെ സങ്കടമായ ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും അവരുടെ ഖബറടക്കവും എല്ലാ ചടങ്ങുകളും മദീനത്ത് വെച്ച് തന്നെ നടത്തപ്പെടാൻ വേണ്ടിയിട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ട് തീർച്ചയായിട്ടും പടച്ച തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അതുപോലെ തന്നെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അദ്ദേഹത്തെയും നമ്മയും പടച്ച തമ്പുരാൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. വീണ്ടും
മറ്റൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.